നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഷെറീന ഷാജഹാൻ. പ്രധാന വാർത്തകൾ. ഭാരതീയ ജനതാ പാർട്ടിയുടെ 21ാം ഡിവിഷൻ ബൂത്ത് കമ്മിറ്റി ഓഫീസ് വെങ്കിടാചലപതി ക്ഷേത്രത്തിന് സമീപം ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി മാനാശ്ശേരിയിൽ പര്യടനം നടത്തി. MGM മട്ടാഞ്ചേരി ശാഖയുടെ നേതൃത്വത്തിൽ വിധവാ സംഗമം നടത്തി. ഗായിദ് മിലത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ നടന്നു. വാർത്തകൾ വിശദമായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ 21ാം ഡിവിഷൻ ബൂത്ത് കമ്മിറ്റി ഓഫീസ് വെങ്കിടാചലപതി ക്ഷേത്രത്തിന് സമീപം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ 21ാം ഡിവിഷൻ ബൂത്ത് കമ്മിറ്റി ഓഫീസ് വെങ്കിടാചലപതി ക്ഷേത്രത്തിന് സമീപം ഉദ്ഘാടനം ചെയ്തു. വിട്ടുപിരിഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ ഓർമ്മകളെ മനസ്സിൽ ജ്വലിപ്പിച്ച് നിർത്തിക്കൊണ്ട് വളരെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം കഴിഞ്ഞ നാളുകളായി ഈ പാർട്ടിയുടെ ആദർശങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു ദേശീയതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സനാതന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നാം നമ്മുടെ നിത്യജീവിതത്തിൽ നാം പല യാത്രകളും മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രയിൽ പല തടസ്സങ്ങളും പല പ്രതിബന്ധങ്ങളും നമ്മെ നേരിടാറുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലും നാം തിരഞ്ഞെടുക്കുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് വ്യക്തിപരമായി തന്നെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടാകും. ചില യാത്രകളിൽ അല്ലെങ്കിൽ ചില ചുമതലകളിൽ ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് ഒരു പ്രവർത്തനത്തിന് ചുമതല വേണമെന്നില്ല. ഞാൻ ചുമതല ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്ന ധാരണയും പാടില്ല. ചുമതലപ്പെട്ടവർ ചുമതലയുടെ ആ കർമ്മത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകാതെ പ്രവർത്തിക്കാതെ ഇരിക്കുന്നതും ശരിയല്ല. അപ്പോൾ എനിക്ക് ചുമതലയുണ്ടായിട്ട് ഞാൻ പ്രവർത്തിക്കാതിരിക്കുകയും ചുമതലയില്ലാതെ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഏതാണ് മഹത്തരം? ചുമതലയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് മഹത്തരം. ചുമതലയുണ്ടായിട്ട് പ്രവർത്തിക്കാതെ. NDAയുടെ സാരഥി CG രാജഗോപാൽ, പരിപാടിയുടെ അധ്യക്ഷൻ ഏരിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വിപിൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, വ്യാപാരി സെൽ പ്രസിഡന്റ് സുധാകരൻ, ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റ് ജോബ്, വിശ്വ ഹിന്ദു പരിഷത്ത് മേഖലാ പ്രസിഡന്റ് മംഗൾ, ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി രാജീവ് ലാൽ, വൈസ് പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറിമാരായിട്ടുള്ള നിവിൻ, പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി മാനാശ്ശേരിയിൽ പര്യടനം നടത്തി. മാനാശ്ശേരി ഫിഷിംഗ് ക്യാമ്പിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി കൊച്ചി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണിയുടെ തോപ്പുംപടി മണ്ഡലം പര്യടനം ആരംഭിച്ചു. ഡോളർ കടത്തുകാരുടെയും സ്വർണ്ണ കള്ളക്കടത്തുകാരുടെയും കമ്മീഷൻ അടിക്കുന്ന ഒന്നാക്കി മാറ്റി ഈ ഗവൺമെന്റ്, എല്ലാവരുടെയും വഞ്ചന കാണിച്ച ഈ ഗവൺമെന്റ് സ്ത്രീകളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഈ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സമാശ്വാസമാകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ന്യായ് പദ്ധതി. എന്താണ് ന്യായ് പദ്ധതി? ന്യായ് പദ്ധതി എന്തെന്നാൽ പ്രതിവർഷം 72,000 രൂപ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് നേരിട്ട് സർക്കാർ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. CPM-ന്റെ ജനസഹപ്രവർത്തകർ പറയുന്നു, ഇത് വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രമാണ്, ഇത് പ്രയോഗത്തിൽ വരില്ല എന്ന്. എന്നെ ശ്രമിക്കുന്ന CPM-ന്റെ സഹപ്രവർത്തകർ നിങ്ങൾ അറിയണം, ശ്രീ രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്തതാണ് ന്യായ് പദ്ധതി. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് ന്യായ് പദ്ധതി. സ്ഥാനാർത്ഥി പര്യടനം GCDA മുൻ ചെയർമാൻ N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PJ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ അഗസ്ത്യ സിറിൽ, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, DCC ഭാരവാഹികളായ KK കുന്നച്ചൻ, R ത്യാഗരാജൻ, MP ശിവദത്തൻ, അജിത് അമീർ പാവ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷാജി കുറുപ്പശ്ശേരി,
പി കെ റഹീം, കൗൺസിലർമാരായ ഷീബ ഡുറോം, ഷൈല തദേവൂസ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവ് AC ക്ലാരൻസ്, മുസ്ലിം ലീഗ് നേതാവ് PK നാസർ, DCC അംഗങ്ങളായ AM അയ്യൂബ്, അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, ജോസഫ് സുമിത്, VJ ഇന്നസെന്റ്, CX ജൂഡ്, ആന്റണി ബാബു, PJ രാജു, ദീപ ആന്റണി, VJ ജേക്കബ്, ഹാരിഷ്, അഡ്വക്കേറ്റ് മൈക്കൽ M വിൽസൺ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജാക്സൺ സേവ്യർ എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി. മാനാശ്ശേരി ഫിഷിംഗ് ക്യാമ്പ്, മദർ തെരേസ ജംഗ്ഷൻ, മത്സ്യത്തൊഴിലാളി സംഘം, സൗദി പള്ളി ജംഗ്ഷൻ, സൗദി ഫിഷിംഗ് ഗ്രൂപ്പ്, അത്തിപ്പുഴി ജംഗ്ഷൻ, കിളിയാറ് ജംഗ്ഷൻ, അസീസി കോൺവെന്റ് ജംഗ്ഷൻ, മുണ്ടംവേലി ജംഗ്ഷൻ, ബൗണ്ടറി റോഡ്, ജലവായു വിഹാർ വഴി സെന്റ് ജേക്കബ് ചാപ്പൽ, സാന്തും കോളനി, ഫ്രണ്ട്സ് റോഡ് വഴി മദർ തെരേസ ജംഗ്ഷൻ, കോമരോത്ത് ജംഗ്ഷൻ, INTUC ജംഗ്ഷൻ, ഇല്ലിച്ചുവട് ജംഗ്ഷൻ, നടുവത്ത് മുറി ജംഗ്ഷൻ, സാന്തോം ജംഗ്ഷൻ, ഏടിപുരം കോളനി, പവിഴം ജംഗ്ഷൻ, ഗാന്ധി ജംഗ്ഷൻ, ഇന്ദിരാ ജംഗ്ഷൻ, റൊസാരിയോ വഴി കണ്ണമാലി ബസ് സ്റ്റോപ്പ്, പോസ്റ്റ് ഓഫീസ്, അബ്ദുൽ ഖാദർ വഴി ബ്രദേഴ്സ് ജംഗ്ഷൻ, ജിയോ ജംഗ്ഷൻ, കൊച്ചുപള്ളി വഴി അഞ്ജലി ജംഗ്ഷൻ, ആതിര ആർട്സ് വഴി ചിറക്കൽപ്പാടം ജംഗ്ഷൻ, പ്രതീക്ഷ നഗർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച പര്യടനം KV തോമസ് ജംഗ്ഷനിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. MGM മട്ടാഞ്ചേരി ശാഖയുടെ നേതൃത്വത്തിൽ വിധവാ സംഗമം നടത്തി. MGM മട്ടാഞ്ചേരി ശാഖയുടെ നേതൃത്വത്തിൽ വിധവാ സംഗമം നടന്നു. മട്ടാഞ്ചേരി മാളിയേക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വിധവാ സംഗമത്തിൽ MGM മട്ടാഞ്ചേരി ശാഖ പ്രസിഡന്റ് സീനത്ത് ഷമീർ അധ്യക്ഷത വഹിച്ചു. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ദീനികമായ വിദ്യാഭ്യാസം നൽകുക. ദീനിക വിദ്യാഭ്യാസത്തിന് നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ദീനിനെ മനസ്സിലാക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നാം ഇപ്പം മുന്നോട്ട് പോകുന്നത്. കുട്ടികളിലെ നമ്മുടെ ദീനീയമായ പല കാര്യങ്ങളും അറിയപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഖുർആൻ ശരിക്കും ഓതാൻ തന്നെ അവരിലേക്ക് അറിയില്ല. അവർ അവിടെ വെക്കുന്നു. പക്ഷേ മദ്രസ പഠിക്കുന്നവർ പുസ്തകമാക്കി നമ്മൾ വെക്കുന്നതിലല്ല കൊടുക്കേണ്ടത്. പിന്നെ അതുകൂടാതെ തന്നെ ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾ അവർക്ക് ഒറ്റയ്ക്ക് ഫോൺ കൊടുത്ത് അവരെ ഇതിലേക്ക് ഒരു ദിവസം അവരുമായി സ്പെൻഡ് ചെയ്യുക. അത് അവർക്ക് കൂടുതൽ അവരുടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ഉചിതമായിരിക്കും. കുട്ടികളും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധയെടുക്കണം. ഞങ്ങളൊരു കാര്യം കൂടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നു. ശാഖാ സെക്രട്ടറി സീനത്ത് റഹീം ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. MGM സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാനിയ ടീച്ചറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പുടവ പ്രചരണോദ്ഘാടനം ഡെപ്യൂട്ടി മേയർ K. ആൻസിയ നിർവഹിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കോർഡിനേറ്റർ R. ദിവ്യ, MGM സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS ഖദീജ, ISM ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KI സിജാദ്, KS ഷബ്ന, ജലാൽ, KK മഷ്റഫ്, CA ജാസ്മിൻ, നബില ഹക്കീം, ഫിറോസ് കൊച്ചി എന്നിവർ സംസാരിച്ചു. മോട്ടിവേഷൻ ക്ലാസ് ശോഭന വെങ്ങോല നയിച്ചു. സുനിത നൌഷാദ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ഗായിദ് മില്ലത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ നടന്നു. ഗായിദ് മില്ലത്ത് കൾച്ചറൽ സെന്ററിന്റെ കൊച്ചി നിയോജക മണ്ഡലം ബഹുജന കൺവെൻഷൻ മാർച്ച് 24-ന് വൈകിട്ട് 7 മണിക്ക് കപ്പലിന്റെ മുക്ക് ഷാദി മഹലിൽ നടന്നു. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്തള്ളപ്പെട്ട കൊച്ചിയിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ പുനരുദ്ധീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഗായിദ് മില്ലത്ത് കൾച്ചറൽ സെന്റർ ഏപ്രിൽ 6-ന് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രദേശത്തിന്റെ പിന്നോക്ക അവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. യാതൊരു ആശങ്കയുമില്ലാതെ കടന്നുപോകുന്നത്. കാരണം ഈ കൺവെൻഷൻ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഗവൺമെന്റ് വരാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ചിന്തിക്കുന്നു? കേരളത്തിലെ ജനങ്ങൾ അത്തരമൊരു ചിന്ത വന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച 2 ഗവൺമെന്റുകൾ തമ്മിൽ തുലനം ചെയ്താൽ, പരിശോധിച്ചാൽ, താരതമ്യം ചെയ്താൽ ഒരു കാര്യം സുഖമാണ്. കേരളത്തിലെ സാധാരണക്കാർ, കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഒരു ഗവൺമെന്റിന്റെ സഹായം ആവശ്യമായ ജനവിഭാഗം, ഇവരെയെല്ലാം ചേർത്ത് നിർത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് കേരളത്തിലൊരു അധികാരമറ്റത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമുള്ളത്. ഞാൻ വളരെ അഭിമാനപൂർവ്വം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്.
എൻ്റെ ആത്മവിശ്വാസം ഞാൻ ഐക്യജനാധിപത്യ മുന്നണി എന്ന ഒരു വികസന മുന്നണിയുടെ പ്രതിനിധി ആണ്. ഞാൻ ഈ നാടിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രസ്തുത നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണിയെ തിരഞ്ഞെടുപ്പിൽ സംഘടന പിന്തുണയ്ക്കുന്നതായും അറിയിച്ചു. കൊച്ചിൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 2ാം ഡിവിഷൻ കൗൺസിലറുമായ TK അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിൽ സംഘടനയുടെ പ്രസിഡന്റ് റഷീദ് കായിക്കര അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ, RSP നേതാവ് ശിവൻകുട്ടി, AM നൌഷാദ്, ഫൈസൽ, ഹംസകോയ, സനൽ മോൻ, ബാസ്റ്റൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജനറൽ സെക്രട്ടറി KA നിയാസ് സ്വാഗതവും ഖജാൻജി CM സുബൈർ കൃതജ്ഞതയും പറഞ്ഞു. മറ്റു ഭാരവാഹികളായ KK ബഷീർ, KI നിസാർ, MH അസീസ്, TK ഷഹീർ, VM ഗഫൂർ, സലീം ഹസൻ, ദാവൂദ് സേഠ്, അബ്ദുൾ റഹിയാൻ, TH യൂസഫ് തുടങ്ങി 1050ഓളം പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. നമുക്കറിയാം, കാലാകാലമായി ചരിത്ര പ്രാധാന്യമുള്ള മട്ടാഞ്ചേരി അവഗണനയുടെ പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചരിത്രമുള്ള കൊച്ചിൻ കോർട്ടും മട്ടാഞ്ചേരി ബസാറൊക്കെ അന്യം നിന്ന് പോയി പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോൾ നമുക്ക് അന്നം കൊടുത്ത രാജ്യമാണ് കൊച്ചി. നമുക്കറിയാം, ഇന്ത്യയുടെ ധാന്യത്തിന്, കേരളത്തിലെ ധാന്യത്തിന് എന്ത് വിലക്ക് നിശ്ചയിക്കണമെന്ന് തീരുമാനിക്കുന്ന കൊച്ചിയെ മട്ടാഞ്ചേരി ബസാറായിരുന്നു. നമ്മൾ ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് ജോലി തേടി, മലബാറിലെ പല പ്രദേശമുള്ള ആൾക്കാർ ജോലി തേടുന്ന പ്രദേശമായിരുന്നു കൊച്ചി. ഇന്ന് നമ്മൾ ജോലി തേടി പുറത്തേക്ക് പോയി രാത്രി അന്തിയുറങ്ങുന്നതിന് മാത്രം പ്രയോജനപ്പെടുന്ന രാജ്യമായി കൊച്ചി മാറിക്കഴിഞ്ഞു. നമ്മൾ ഏറ്റവും വലിയ ഒട്ടനവധി പ്രശ്നങ്ങൾ, വെല്ലുവിളി നേരിടുന്ന പ്രദേശമായി മട്ടാഞ്ചേരി മാറി. കഴിഞ്ഞ കാലമുണ്ടായ ഒരു വികസന മുരടിപ്പ് നമുക്കറിയാം. നമ്മുടെ ഈ പ്രദേശത്ത് കാണപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ള ക്ഷാമം, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന മട്ടാഞ്ചേരി ബോട്ട് 2 വർഷമായി ബോട്ട് സർവീസ് നിശ്ചലമായിരിക്കുന്നു. നമ്മുടെ കസ്റ്റംസ് ജെട്ടിയുടെ ദയനീയ അവസ്ഥ. നമ്മൾ ഏറ്റവും 2 താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലും, അരിവല്ലിപ്പള്ളി ഹോസ്പിറ്റലും, ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലും, നമ്മുടെ മതാമല ഹോസ്പിറ്റൽ അറിയപ്പെടുന്ന WMC ഹോസ്പിറ്റലും, നമ്മുടെ കോടതി സമുച്ചയവും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. എറണാകുളം നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ഗുരുതര ക്രമക്കേടെന്ന് ഹൈബി ഈഡൻ MP. ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നതായി ഹൈബി ഈഡൻ MP. പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട ഇലക്ഷൻ കമ്മീഷന്റെ വിശദാംശങ്ങൾക്ക് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വോട്ടേഴ്സ് ലിസ്റ്റ് വളരെ വ്യാപകമായി ആഴത്തിൽ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എറണാകുളം നിയോജകമണ്ഡലത്തിന്റെ UDF സ്ഥാനാർത്ഥി ശ്രീ TJ വിനോദ്, നിലവിലെ MLA, അദ്ദേഹവും നമ്മുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ശ്രീ ആൽബർട്ട് അമ്പലത്തിങ്കലും ഇത് സംബന്ധിച്ച് 24/3/2021 ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ചിട്ടുള്ള റിട്ടേൺ പരാതി നൽകിയിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ 1975 വോട്ടുകളാണ് ഡബിളിംഗ് വോട്ടായി കണക്കാക്കപ്പെടുന്നത്. ഇത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാനിത് പറയാനുള്ള കാരണം, ഇത് കഴിഞ്ഞ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിൽ ചില ജയപരാജയങ്ങളുടെ നിർണയം നടന്നത് ഈ കള്ളവോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നഗരത്തിലെ പല പ്രദേശങ്ങളിലുമുള്ള ആളുകൾ 2-3 നിയോജക മണ്ഡലങ്ങളിൽ ചേർത്ത വോട്ടുകൾ ഇപ്പോ കോടതിക്ക് മുമ്പിൽ 4-5 പ്രധാനപ്പെട്ട സീറ്റുകളിൽ കൊച്ചി നഗരസഭയിലെ 74 ഡിവിഷനുകളിലെ പരാതികൾ നിലനിൽക്കുകയാണ്. അതിൽ ആ കേസുകളെല്ലാം ഫയലിൽ സ്വീകരിച്ച അതിൻ്റെ വിശദമായ ഹിയറിംഗ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു സീറ്റ് തോറ്റത് 29 വോട്ടുകൾക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഉയർത്തിയ ഇരട്ട വോട്ട് വിഷയം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷനും സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് എറണാകുളത്ത് വൻതോതിൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത്. എറണാകുളം നിയോജക മണ്ഡലത്തിൽ ആകെ 1,64,534 വോട്ടുകളാണ് ഉള്ളത്. അതിൽ 2,238 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത്. 2016 എറണാകുളം മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആകെ എണ്ണം 1,50,000
54,092 തൃക്കാക്കര മണ്ഡലത്തിൽ 1975 ഇരട്ട വോട്ടുകളാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. എറണാകുളം മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാട്ടി ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും 24/3/2021 പരാതി നൽകിയിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ വ്യക്തമാക്കി. 50ഓളം വോട്ടുകൾ കള്ള വോട്ട്, അതായത് ഒരു വോട്ടർ തന്നെ 2 കൊച്ചി നഗരസഭയുടെ വാർഡുകളിൽ തന്നെ 50ഓളം വോട്ടർമാർ ഈ ഡിവിഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഫേക്ക് വോട്ടുകളാണ് ചേർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം നിയോജകമണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട 14 എന്ന് പറയുന്ന ഇതിൽ ചേരാനെല്ലൂർ പ്രദേശത്തെ ചിന്ന ജേക്കബ് 14 എന്ന് പറയുന്ന വോട്ടേഴ്സ് ഐഡിയിലുള്ള ആള് തന്നെ മറ്റൊരു സ്ഥലത്ത് 620 എന്ന് പറയുന്ന ചിന്ന ജേക്കബിന്റെ മറ്റൊരു വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇതുപോലെ 2000-ലധികം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരമുള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയായി, അല്ലെങ്കിൽ കള്ള വോട്ടുകൾ വ്യാപകമായി ബോധപൂർവം ചേർത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയ തെളിവാണ്. നഗരത്തിലെ പല പ്രദേശങ്ങളിലുമാണ് സംഘടനകൾ, എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും പേരോട്ടമില്ലാത്ത പല സ്ഥലങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ബോഗസ് വോട്ടുകൾ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടിക്കാറാം മീണ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രത്യേകം ലിസ്റ്റ് അതത് നിയോജകമണ്ഡലങ്ങളിൽ പ്രസിദ്ധീകരിക്കും. അവർ വോട്ട് ചെയ്യുന്നതിൽ ചില പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ എടുക്കും. 2 വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഈ വിഷയത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഇരട്ട വോട്ടുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ തിരിമറി നടത്തിയാണ് ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരണം പിടിച്ചതെന്ന് UDF വാദം ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിർണായകമായ നിരവധി ഡിവിഷനുകളിൽ നാമമാത്രമാണ് വിജയികളുടെ ഭൂരിപക്ഷം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നയമാണ് കേരളത്തിലെ ഇടതുപക്ഷവും സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹൈബി ഈഡൻ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എറണാകുളം മണ്ഡലത്തിലെ 2238 ഇരട്ട വോട്ടുകളും തൃക്കാക്കരയിലെ 1975 ഇരട്ട വോട്ടുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതായി ഹൈബി ഈഡൻ MP ആരോപിച്ചു. ഇത് സംബന്ധിച്ച് TJ വിനോദ് MLA തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും ഹൈബി ഈഡൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ ജയപരാജയം നിർണയിച്ചത് ഇരട്ട വോട്ടുകളാണ്. പലയിടങ്ങളിലും കള്ളവോട്ടുകൾ വ്യാപകമായി ചേർത്തുവെന്നും ഇതിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജാഗ്രതയോടെയാണ് UDF ഇത് കാണുന്നതെന്നും യാതൊരു കാരണവശാലും ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഹൈബി ഈഡൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടറിയാൻ അയ്യപ്പ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ടെന്ന് രാഹുൽ ഈശ്വർ. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടറിയാൻ അയ്യപ്പ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ടെന്ന് അയ്യപ്പ ധർമ്മസേന ദേശീയ പ്രസിഡന്റ് രാഹുൽ ഈശ്വർ. ശബരിമല വിഷയത്തിലെ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നിലപാടുകൾ വ്യക്തമാക്കണമെന്നും രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം വലിയ ബഹുമാനമുള്ള ആളാണ് കാനം രാജേന്ദ്രൻ സാർ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെയധികം വിഷമിപ്പിച്ചു. സത്യവാങ്മൂലം തുടരുമെന്ന് അദ്ദേഹത്തെ പോലെ മുതിർന്നൊരു നേതാവ് പറയുന്നത്, അതും അദ്ദേഹത്തെ പോലെ എന്നും സോഫ്റ്റ് നിലപാടുകൾ എടുക്കുന്നൊരു നേതാവ് പറയുന്നത് വളരെ വേദനാജനകമാണ്. അദ്ദേഹമാകട്ടെ ശ്രീ പിണറായി വിജയൻ സഖാവ് അതിനെ സപ്പോർട്ട് ചെയ്ത് വരികയുണ്ടായി. ദേവസ്വം മന്ത്രി എന്തിനാണ് ഖേദം പ്രകടിപ്പിച്ചതെന്ന് അറിയില്ല. അപ്പോൾ സുപ്രീം കോടതി, കേരള ഹൈക്കോടതി അടക്കം സർക്കാർ ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ കൂട്ടുനിന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇന്നും സാധാരണ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് നിലപാട് മാറിയുന്ന ദുസ്സൂചനകൾ തരുന്നത്. കക്ഷി രാഷ്ട്രീയത്തിലുള്ളവർ ശബരിമലക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ വിശ്വാസികൾക്ക് ജനാധിപത്യപരമായി പ്രതികരിക്കാതിരിക്കാൻ ആകില്ല. തങ്ങളുടെ സത്യവാങ്മൂലം മാറ്റില്ലെന്ന ധാർഷ്ട്യത്തോടുകൂടി പറയുന്നവരെ ഭക്തസമൂഹം തിരിച്ചറിയണം. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമെന്ന് തന്നെയാണോ സർക്കാരിന്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് എന്ന ചോദ്യം ജനാധിപത്യപരമായി ഉന്നയിക്കാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അയ്യപ്പന് കാണിക്കയായി വീഴുന്ന കാശെടുത്താണ് അയ്യപ്പനെതിരെയായി വാദിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ വീഴുന്ന കാശെടുത്താണ് ശബരിമലക്കെതിരെ സുപ്രീം കോടതിയിൽ വാദിക്കുന്നത്. നിങ്ങൾക്ക് ദൈവവിശ്വാസമില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കെന്നല്ല ഒരാൾക്ക് ദൈവവിശ്വാസമില്ലായിരിക്കാം, നൈഷ്ഠിക ബ്രഹ്മചര്യം വേണ്ട, യുവതികൾ കയറണോ വേണ്ടയോ എന്നുള്ള തർക്കം മാറ്റിവെക്കാം. പക്ഷേ ശബരിമലയിൽ വീഴുന്ന ധനമെടുത്ത് ശബരിമലക്കെതിരെ വാദിക്കുക എന്നുള്ളത് അൺഎത്തിക്കലാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്.
കാര്യം അയ്യപ്പനിൽ വിശ്വസിച്ച് ഞങ്ങളെല്ലാം കൊണ്ടിടുന്ന കാശാണ്. ആ അയ്യപ്പനിൽ വിശ്വസിച്ച് ഞങ്ങൾ കൊണ്ടിടുന്ന കാശെടുത്ത് അയ്യപ്പനെതിരെ വാദിക്കുക എന്ന അധാർമികമായൊരു പ്രവൃത്തിയാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ റേസ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിൻ്റെ നിലപാട് കൂടെ അറിയാൻ താല്പര്യമുണ്ട്. ക്രിസ്ത്യൻസും മുസ്ലിംസും അവരുടെ പള്ളികൾ സ്വയം ഭരിക്കുന്നത് പോലെ ഹിന്ദുക്കൾക്കും അവരുടെ അമ്പലങ്ങൾ സ്വയം ഭരിക്കണം. അയ്യപ്പ വിശ്വാസികൾ ദേവസ്വം ബോർഡിന്റെ നിലപാടറിയാൻ ആഗ്രഹിക്കുന്നു. ദേവസ്വം ബോർഡ് രാഷ്ട്രീയ സംവിധാനം നാമനിർദ്ദേശം ചെയ്യുന്നവർ ആയതുകൊണ്ട് അവരുടെ നിലപാട് കൂടി അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘടന ദേശീയ ജനറൽ സെക്രട്ടറി പാർവതി ഷെല്ലി, ദക്ഷിണ മേഖലാ സെക്രട്ടറി സുനിൽ വളയംകുളം, കോർഡിനേറ്റർ സുമേഷ് പേരാമ്പ്ര എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. അഴിമതിയുടെ തലസ്ഥാനമായി കേരളം മാറിയെന്ന് AICC വക്താവ് രൺദീപ് സിംഗ് സുർജേവാല. തൊഴിലില്ലായ്മയുടെയും അഴിമതിയുടെയും അക്രമത്തിന്റെയും തലസ്ഥാനമായി കേരളം മാറിയെന്ന് AICC വക്താവ് രൺദീപ് സിംഗ് സുർജേവാല അഭിപ്രായപ്പെട്ടു. According to the live register of employment exchanges in Kerala, there are 34,30,000 registered youth demanding jobs. Nearly 35 lakh young men and women are demanding jobs. How does Mr. Pinarayi Vijayan sleep at night with this kind of rampant unemployment prevalent in the state? And majority of them, I was also looking at and I was shocked. 71% of these unemployed are engineering graduates, ITI holders, medical degrees holder, masters of business administration. The most well qualified boys and girls, men and women of Kerala are 71% of these unemployed. So there is no job for the most skilled in the state. And the Public Service Commission or PSC rank holders, they had to protest by rolling on the ground, by taking the extreme step of trying to set themselves on fire, because no jobs despite passing the exams. But Mr. Pinarayi Vijayan has jobs through backdoor entry. There is an entry through the LDF office, and that, of course, you know many cases, but I will just like to point one of the most glaring one of Mr. Rajesh's wife, who was appointed as an assistant professor through backdoor entry, and there are many such more cases. മുണ്ടെടുത്ത മോദിയും കോട്ടിട്ട മോദിയും ജനങ്ങളെ വഞ്ചിച്ചെന്നും മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് ആദ്യം കരാറില്ലെന്ന് പറഞ്ഞ സർക്കാർ തെളിവുകൾ പുറത്തു വന്നപ്പോൾ തങ്ങൾക്കറിയില്ല എന്ന് കളവ് പറയുന്നു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മന്ത്രിമാർക്കുമെതിരെ കേസിലെ പ്രതി മൊഴി കൊടുത്തിട്ടും കേസെടുക്കാത്തത് BJP CPM ഒത്തുകളിയുടെ ഭാഗമായാണെന്നും സുർജേവാല കുറ്റപ്പെടുത്തി. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കേരളം ബീഹാറിനും UPക്കും മുന്നിലായെന്നും ഇതിന് മാറ്റം വരാൻ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതീയ ജനതാ പാർട്ടിയുടെ 21ാം ഡിവിഷൻ ബൂത്ത് കമ്മിറ്റി ഓഫീസ് വെങ്കിടാചലപതി ക്ഷേത്രത്തിന് സമീപം ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി മാനാശ്ശേരിയിൽ പര്യടനം നടത്തി. MGM മട്ടാഞ്ചേരി ശാഖയുടെ നേതൃത്വത്തിൽ വിധവാ സംഗമം നടത്തി. ഗായിദ് മിലത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ നടന്നു. ന്യൂസ് ടൈം സമാപിച്ചു. നന്ദി, നമസ്കാരം.